മുണ്ടക്കൈ ചൂരൽമല ദുരന്തം നാടിന് തന്നെ ഒരു വേദനയായി മാറുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. നാടിനെ നടുക്കിയ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണസംഖ്യ 170 കടന്നിരിക്കുന്നു. ചാലിയാർ പുഴയിൽ നിന്ന് 10 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു. മുണ്ടക്കൈയിൽ സൈന്യത്തിന്റെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. കനത്ത ചെളിയിൽ രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമാണ്. ചൂരൽമലയിൽ മഴയും ശക്തമായി പെയ്യുന്നൊരു സാഹചര്യവുമുണ്ട്. സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരും എല്ലാം തന്നെ രക്ഷാപ്രവർത്തനത്തിൽ ഒത്തൊരുമിച്ചാണ് ഉള്ളത്. അവശേഷിക്കുന്നത് 30 വീടുകൾ മാത്രമെന്നാണ് പഞ്ചായത്തിന്റെ അധികൃതർ പറയുന്നത്. വ്യോമസേനയുടെ ഹെലികോപ്റ്ററും രക്ഷാപ്രവർത്തനത്തിലുണ്ട്. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലും പുഴയിലും അടക്കമാണ് തെരച്ചിൽ നടക്കുന്നത്. ബെയിലി പാലത്തിന്റെ നിർമ്മാണവും ആരംഭിച്ചിട്ടുണ്ട്. പാലത്തിന്റെ നിർമ്മാണം ഇന്ന് പൂർത്തിയാക്കാൻ കഴിയില്ല എന്ന ചീഫ് സെക്രട്ടറി വി വേണു അറിയിച്ചിട്ടുണ്ട്. റിയാസ് KMR ഉണ്ട് ഞങ്ങളുടെ പ്രതിനിധി. റിയാസ്, 400-ലധികം വീടുകൾ ഉണ്ടായിരുന്ന ഒരു ഗ്രാമമാണ് അപ്പാടെ ഇല്ലാതായി. വെറും 30 വീടുകൾ മാത്രം അവശേഷിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തുകയാണ്. കോൺക്രീറ്റ് പാളികൾക്കടിയിൽ നിന്നും മണ്ണിനടിയിൽ നിന്ന് പോലും മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്ന അല്ലെങ്കിൽ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെടുക്കുന്ന ഒരു വേദനാജനകമായ രീതിയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം? രക്ഷാപ്രവർത്തനം സജീവമായി തന്നെ തുടരുകയാണ്. മഴ ഒരു വില്ലനാവുന്നുണ്ട്. കാലാവസ്ഥ രാവിലത്തെ പോലെ അത്ര അനുകൂലമല്ല. കാലാവസ്ഥ വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. അതിനിടെയാണ് ബെയിലി പാലത്തിന്റെ നിർമ്മാണം വൈകുമെന്ന ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു അറിയിച്ചിരിക്കുന്നത്. ഈ ചൂരൽമലയിലും മഴ കനത്തിരിക്കുകയാണ്. അവിടെ ചൂരൽമലയിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിനിടെ ഒരു കുട്ടി, അതായത് ഒരു പിഞ്ചു കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെടുത്തിരിക്കുകയാണ്. ഈ രക്ഷാ ദൗത്യത്തിനിടെയാണ് ഈ പിഞ്ചുകുഞ്ഞിന്റെ മൃതദേഹം കാണപ്പെട്ടിരിക്കുന്നത്. പൂർണ്ണമായും നിലംപൊത്തിയ ഒരു വീട്ടിലാണ് ഈ പിഞ്ചുകുഞ്ഞിന്റെ മൃതദേഹം കാണപ്പെട്ടിരിക്കുന്നത്. ഈ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. ഇപ്പോൾ 176 പേരുടെ മരണമാണ് ആകെ ഉണ്ടായിരിക്കുന്നത്. ഇനിയും മരണസംഖ്യ കൂടും. അതിൽ തന്നെ 89 പേരെ മാത്രമാണ് ഇപ്പോഴും തിരിച്ചറിയാൻ സാധിച്ചിട്ടുള്ളത്. മറ്റുള്ളവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. 123 പേരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവരുടെ മൃതദേഹങ്ങൾ ആശുപത്രിയിലാണ് ഉള്ളത്. ഇപ്പോൾ നിലമ്പൂർ ഗവൺമെന്റ് ആശുപത്രിയിലുണ്ട്. വയനാട്ടിലാണെങ്കിൽ മേപ്പാടിയിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലുണ്ട്. വിംസ് ആശുപത്രിയിലുണ്ട്. ബത്തേരിയിലെയും വൈത്തിരിയിലെയും താലൂക്ക് ആശുപത്രികളിലെല്ലാം തന്നെ ഈ മൃതദേഹം സൂക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോൾ രക്ഷാ ദൗത്യം തുടരുകയാണ്. മഴയെ പോലും വകവയ്ക്കാതെ രക്ഷാദൗത്യം തുടരുകയാണ്. അതിനിടെ ഈ മുണ്ടക്കൈയിലുള്ള രക്ഷാദൗത്യത്തിനിടെ ഒരു രക്ഷാപ്രവർത്തകനെ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്കിൽ കൂടിയും ഇതെല്ലാം വകവയ്ക്കാതെയുള്ള സജീവമായ രക്ഷാദൗത്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. റിയാസ്, ഈ തകർന്നു കിടക്കുന്ന കെട്ടിടങ്ങൾക്കടിയിൽ നിന്ന് പോലും പിഞ്ചു കുഞ്ഞിന്റെ അടക്കമുള്ള മൃതശരീരങ്ങൾ കണ്ടെടുക്കുമ്പോൾ ഒരു വേദനയുണ്ട്. കുട്ടികളുടേതായിക്കോട്ടെ, അല്ലെങ്കിൽ പിഞ്ചു ചെരുപ്പുകളും ടിഫിൻ ബോക്സുകൾ, അല്ലെങ്കിൽ വീട്ടിനകത്തുള്ള ഈ മുദ്രപത്രങ്ങളാണെങ്കിലും വീടുകൾ തന്നെ അവർ ഈ ജീവിതകാലം മുഴുവൻ ഉണ്ടാക്കിയ എല്ലാ സ്വത്തുകളും അവരുടെ ജീവനും അടക്കം ഇല്ലാതാക്കുന്ന ഒരു ദുരന്തത്തിലേക്കാണ് ഇത്തരത്തിലൊരു ചെന്നെത്തിയിരിക്കുന്നത് എന്ന് വേണം പറയാൻ. തീർച്ചയായും. കാരണം പിഞ്ചു കുഞ്ഞിന്റെയൊക്കെ മൃതദേഹം കണ്ടുകിട്ടുമ്പോഴുണ്ടാകുന്ന വേദന അത് ഒരിക്കലും നമുക്ക് വിവരിക്കാനാവാത്തത്ര ആഴമുള്ള വേദനയാണ്. നമുക്ക് പറയുമ്പോൾ പോലും ഇത്രയധികം വേദന ഉണ്ടാകുന്നെങ്കിൽ ആ കുടുംബത്തിന്റെയൊക്കെ അവസ്ഥ എത്രമാത്രം ദയനീയമായിരിക്കും. അവിടെ അവശേഷിക്കുന്ന മനുഷ്യരുടെ അവസ്ഥ, മാനസികാവസ്ഥ എന്നുള്ളത് ഏറെ തകർന്നു കിടക്കുന്ന ഒരു മാനസികാവസ്ഥയാണ്. മൃതദേഹങ്ങളെല്ലാം തന്നെ ഈ മേപ്പാടി കമ്മ്യൂണിറ്റി ഹാളിലൊക്കെ കൂട്ടിയിട്ടിരിക്കുന്ന അവസ്ഥ, അത് കണ്ട് വിലപിക്കുന്ന ഉറ്റവരും ബന്ധുക്കളും ആരാണ് എന്ന് തിരിച്ചറിയാൻ. മരണസംഖ്യ വീണ്ടും കൂടുകയാണ്. 177 ആകുന്നു മരണസംഖ്യ എന്ന് പറയുന്നത്. വേദനാജനകമായ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് വരെ ഉണ്ടായിരുന്ന സന്തോഷത്തോടുകൂടി ആളുകൾ വസിച്ചിരുന്ന ഒരു നാട്, ആ നാട് ഇന്ന് പൂർണ്ണമായിട്ടുമില്ല. പ്രകൃതിയുടെ മനോഹരമായ ഒരു ഇടമായിരുന്നു അവിടം. അത്രയധികം പ്രകൃതി ഭംഗി ഉണ്ടായിരുന്ന സ്ഥലം, വിനോദസഞ്ചാരികളെല്ലാം തന്നെ ഓടി എത്തിയിരുന്ന സ്ഥലം, ആ സ്ഥലമാണ് ഇപ്പോൾ പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നത്. മൃതദേഹങ്ങൾ നിമിഷങ്ങളുടെ വ്യത്യാസത്തിൽ അടിക്കടി കണ്ടെത്തുന്ന ഒരു സാഹചര്യം, അതിൽ പിഞ്ചു കുഞ്ഞ് മുതൽ മുതിർന്നവർ വരെ ഉണ്ടാകുന്നു. നേരത്തെ സൈന്യത്തിന്റെ ഒരു രക്ഷാദൗത്യത്തിനിടെ ഒരു മൃതദേഹം കാണാൻ സാധിച്ചു. അങ്ങേയറ്റം വേദനയുളവാക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അത്. കാരണം സൈന്യം രക്ഷാപ്രവർത്തനം നടത്തുന്നതിന്റെ പരിസരത്ത്
സൈന്യം അവിടെ എത്തുമ്പോഴേക്കും പൂർണ്ണമായും ഒരു പൂർണ്ണനഗ്നമായി കിടക്കുന്ന ഒരു മൃതദേഹം. മറ്റൊന്ന് കാണാൻ സാധിക്കുന്നത് ഈ മരത്തിനിടയിൽ, മരക്കൂട്ടങ്ങൾക്കിടയിൽ അകപ്പെട്ടു പോയ ഒരു മൃതദേഹം മരക്കൂട്ടത്തിനുള്ളിൽ പൊതിഞ്ഞുകിടി. ഇപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്നത് അതാണ്. ഏറെ വേദന ഉളവാക്കുന്ന കാഴ്ചകളാണ് അത്. നമുക്ക് വിവരിക്കാൻ പോലും ആകാത്ത വിധം വേദന ഉണ്ടാക്കുന്ന കാഴ്ച. ഒരു മനുഷ്യ ശരീരത്തിന് മുകളിലേക്ക് മരത്തിന്റെ ചിലകൾ ആഞ്ഞു തറച്ചു നിൽക്കുന്ന, അതിനിടയിൽ അകപ്പെട്ടു പോയ ഒരു മൃതശരീരം. ആ മൃതശരീരം കുടുങ്ങിപ്പോയ, ഈ മലവെള്ളപ്പാച്ചിലിൽ കുടുങ്ങിപ്പോയ മനുഷ്യൻ, ഒപ്പം തന്നെ ഒരു സൈനികൻ, അവിടെ ജീവൻ രക്ഷിക്കാനെത്തിയ സൈനികൻ, ആ സൈനികന്റെ തൊട്ട് താഴെയായി കിടക്കുന്നത് പൂർണ്ണനഗ്നമായൊരു മൃതശരീരമാണ്, ഒരു വയോധികന്റെ മൃതശരീരം. അതിനു പുറമെയാണ് ഇപ്പോൾ ചൂരൽമലയുടെ തകർന്നടിഞ്ഞ നിലംപൊത്തിയ വീടിനകത്ത് ഇത്തരത്തിൽ മണ്ണുകൾക്കടിയിൽ നിന്നും കെട്ടിടങ്ങൾക്കടിയിൽ നിന്നും കണ്ടെടുക്കുന്ന മൃതദേഹങ്ങളുടെ എണ്ണം കൂടി വരുന്നു എന്നത് വളരെ വേദനിപ്പിക്കുന്ന വാർത്ത തന്നെയാണ്. ഇപ്പോൾ